ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ രജിസ്റ്റർ മാരേജിന്റെ ഒരു വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇട്ട ടൈമിന് ഞാൻ വിചാരിച്ചില്ല ഇതിന് ഇത്രയും റെസ്പോൺസും അതുപോലെ തന്നെ ഇത്രയും പേര് ഡൗട്ട് ചോദിക്കും എന്നുള്ളത്. ചോദിച്ചവർക്കെല്ലാം കുറേ പേർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് തോന്നി ഒരുപാട് പേർക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ലോങ് വീഡിയോ ചെയ്യുന്നു. കാരണം ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്താലും അതിന് ലിമിറ്റേഷൻ ഉണ്ട്. ഇതിനകത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമുക്ക് അതിൽ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നേരെ നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും തരുന്നില്ല. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ. ഇപ്പൊ 2 ജാതിയിൽ പെട്ടവരൊക്കെ ആണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് പറയണം, ഒരു 2 ജാതിയിലൊക്കെ പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർക്കിപ്പം ജാതി റിലേറ്റഡ് അല്ലെങ്കിൽ ഇപ്പം അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് കല്യാണം നടത്തണ്ട എന്ന് താല്പര്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഇപ്പോഴത്തെ നിയമപ്രകാരം സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം കല്യാണം കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ. പിന്നെ ഒരുപാട് ആർഭാടമായിട്ട് കല്യാണം നടത്തണ്ടെന്നുള്ളവർക്കും രജിസ്റ്റർ മാരേജ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഓക്കെ. അപ്പൊ ഞങ്ങള് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തത്. ഓക്കെ. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ക്രിസ്ത്യനും പുള്ളിക്കാരൻ മുസ്ലിമും ആണ്. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് രജിസ്ട്രേഷൻ ചെയ്തത്. ഇപ്പൊ എല്ലാം ഓൺലൈനാണ്. പഴയ കണക്ക് ഈ നൂലാമാലകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ എല്ലാം നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്, സബ്മിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിനായിട്ട് ആദ്യം നിങ്ങൾ അക്ഷയയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്റർനെറ്റ് കഫേയിലോ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ കഫേ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ഇന്റർനെറ്റ് കഫേയിലും ഒന്നും ഇത് ചെയ്യത്തില്ല. അപ്പൊ നിങ്ങൾ ചോദിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പൊ അക്ഷയയിലോ ഏതെങ്കിലും കഫേ പോയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം കേരള ഗവൺമെന്റ് സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഈ രജിസ്ട്രേഷന്റെ സൈറ്റിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ SSLC അതുപോലെ ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് SSLC, ആധാർ അതുപോലെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ 3 ഡോക്യുമെന്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ പ്രധാനമായിട്ടും വേണ്ടത്. ഓക്കെ. നിങ്ങൾക്ക് വേറെ ഡോക്യുമെന്റ്സ് ഒന്നും ഇതിൻ്റെ അകത്ത് ആവശ്യം വരുന്നില്ല. ഈ 3 ഡോക്യുമെന്റ്സ് ആണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആണെങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾക്കാണെങ്കിലും ആവശ്യം വരുന്നത്. അപ്പൊ ഈ 3 കാര്യങ്ങൾ കയ്യിൽ വെച്ചിരിക്കുക. എന്നിട്ട് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് എടുക്കുക. നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സ് അതുപോലെ കറന്റ് അഡ്രസ്സ് വേറെ ആണെങ്കിൽ അതൊക്കെ കൊടുക്കുക. പിന്നെ കൊടുക്കുമ്പം സിംഗിൾ ആണോ മാരീഡ് ആണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഈ കറക്റ്റ് ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. കാരണം ഒന്നും തെറ്റിപ്പോവരുത്. എന്തെങ്കിലും ഒരു വില്ലേജ് താലൂക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ടൈമിന് ഇതെല്ലാം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ കൊടുത്തിരിക്കണം. ഓക്കെ. അങ്ങനെ ആപ്ലിക്കേഷൻ എല്ലാം സബ്മിറ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ പയ്യന്റെ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ഇതിൽ രണ്ടിൽ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിന്റെ അഡ്രസ്സിന്റെ പരിധിയിൽ വരുന്ന രജിസ്റ്റർ ഓഫീസിൽ മാത്രമേ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ മൂവീസിലൊക്കെ കാണുന്ന കണക്ക് ഏതെങ്കിലുമൊക്കെ ദൂരെയുള്ള രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ള സംഭവം നടക്കത്തില്ല. ഞങ്ങൾ ചെന്നപ്പോൾ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആരുടെയെങ്കിലും ഒരാളുടെ വീട്ടിന്റെ അഡ്രസ്സിന്റെ പരിധി വരുന്ന രജിസ്റ്റർ ഓഫീസിലേ ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ എവിടെയാണ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്തിട്ട് ആ ഒരു രജിസ്റ്റർ ഓഫീസ് വേണം കൊടുക്കാനായിട്ട് ആപ്ലിക്കേഷന്റെ. എന്നിട്ട് നമുക്കൊരു പ്രിന്റ് ഔട്ട് തരും. ഈ നമ്മൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട് തരും. അതില് നമ്മുടെ 2 പേരുടെയും ഫോട്ടോ, പയ്യന്റെയും പെണ്ണിന്റെയും ഫോട്ടോ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് നമ്മൾ സൈനൊക്കെ ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഗസറ്റഡ് റാങ്കുള്ള ഓഫീസറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. സൈനും അതുപോലെ ആ സ്ഥാപനത്തിന്റെ സീലും. ഓക്കെ. അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക. അറ്റസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴും ഞാൻ പറഞ്ഞ പോലെ SSLC, ആധാർ എല്ലാം കൈ കരുതിയിരിക്കണം. കാരണം അവർ ഇതിന്റെ എല്ലാം ഒറിജിനൽ കാണാതെ നമുക്ക് അറ്റസ്റ്റ് ചെയ്ത് തരത്തില്ല. ഓക്കെ. അപ്പൊ ഇതെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഫോം, അതായത് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച ഈ ഫോം അപ്ലോഡ് ചെയ്യുക. നമ്മൾ മുമ്പേ ഓൺലൈൻ ആയിട്ട് ചെയ്തല്ലോ, അതിലോട്ട് തന്നെ ആ സൈറ്റിലോട്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുക ഈ അറ്റസ്റ്റ് ചെയ്ത ഫോം. അതിനുശേഷം നമ്മൾ ഇതും കൊണ്ട് ഇതിന്റെ ഡീറ്റെയിൽസും കൊണ്ട് രജിസ്റ്റർ ഓഫീസിലോട്ടാണ് നേരെ പോകേണ്ടത്. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് നമ്മുടെ ഇത് വെരിഫൈ ചെയ്യുക. നമ്മളെ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണ് എല്ലാം രജിസ്ട്രാർ വെരിഫൈ ചെയ്യണം. ഓക്കെ. അപ്പൊ അവിടെ പോകുമ്പോഴും ഞാൻ പറഞ്ഞ ഈ ഡോക്യുമെന്റ്സ് കയ്യിലുണ്ടായിരിക്കണം. അവരതെല്ലാം നോക്കി നമ്മുടെ ആപ്ലിക്കേഷൻ കുഴപ്പമൊന്നും ഇല്ലെന്ന് നോക്കിയിട്ട് രജിസ്ട്രാർ വെരിഫൈ ചെയ്യും. വെരിഫൈ ചെയ്തതിന് ശേഷം അവരൊരു 1 മന്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡേറ്റ് പറയും. ഈ ഒരു മാസം നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷന്റെ ഒരു പ്രിന്റ് ഔട്ട്, ഒരു കോപ്പി അവരുടെ നോട്ടീസ് ബോർഡിൽ ഇടും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന ഈ 2 പേര്, ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനോ അല്ലെങ്കിൽ പെണ്ണിനോ ഏതെങ്കിലും ഒരാൾക്ക് ഏജ് കറക്റ്റ് ആയിട്ടില്ല. അതായത് അതെല്ലാവർക്കും അറിയായിരിക്കും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ 18 വയസ്സ്, ആണുങ്ങൾക്കാണെങ്കിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം ഒരു കല്യാണം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഇതിൽ ആർക്കെങ്കിലും ഒക്കെ വയസ്സ് പൂർത്തിയാകാതെ ഉണ്ടോ,
അല്ലെങ്കിൽ ഓൾറെഡി ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവർ ലീഗലി ഡിവോഴ്സ് അല്ലാതെയോ അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒന്നുകൂടെ രജിസ്റ്റർ മാരേജ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ നോട്ടീസ് ബോർഡിൽ ഇടുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഇപ്പൊ ലീഗലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഈ കല്യാണത്തിന് തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടാണ് അവരത് 30 ദിവസം നോട്ടീസ് ബോർഡിൽ ഇടുന്നത്. ആ ടൈമിന് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നമ്മളൊരു കല്യാണം കഴിച്ചിട്ടുണ്ട്. മുമ്പ് നമ്മൾ ലീഗലി മാരീഡ് ആണ്, പക്ഷേ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പ്രശ്നങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി മാരീഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ കോർട്ട് ഓർഡർ, ഡിവോഴ്സ് ആയതിന്റെ കോർട്ട് ഓർഡർ ഒന്നില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാർട്ട്ണർ മരണപ്പെട്ടു പോയതുകൊണ്ടാണ് നമ്മൾ പിന്നെയും ഒന്നും കൂടെ രജിസ്റ്റർ മാരേജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ആ പാർട്ട്ണറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതൊക്കെ സബ്മിറ്റ് ചെയ്യണം. അപ്പം ലീഗലി അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. ഇപ്പം രണ്ടാമത് സെക്കൻഡ് മാരേജ് ചെയ്യുന്നവരാണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഫസ്റ്റ് മാരേജിനാണെങ്കിലും പ്രായപൂർത്തി ആയിട്ടുണ്ടോ എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോട്ടീസ് ബോർഡിൽ ഇടുന്നത്. അപ്പൊ നമ്മൾ ഈ 30 ദിവസം വെയിറ്റ് ചെയ്യണം. അപ്പൊ അവര് 30 ദിവസം കാൽക്കുലേറ്റ് ചെയ്ത് ഒരു ഡേറ്റ് നമ്മളടുത്ത് തരും. ആ ഡേറ്റിന് വന്നിട്ട് അന്വേഷിക്കാൻ പറയും. അപ്പൊ നമ്മൾ ആ ഒരു ഡേറ്റിന് അവിടെ പോയിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയിട്ടുണ്ടോ, അതെല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് അവിടെ പോയിട്ട് അന്വേഷിക്കുക. ഇൻ കേസ് നമ്മുടെ ആപ്ലിക്കേഷന് ഒരു കുഴപ്പങ്ങളും ഇല്ല, അതിന് എതിർപ്പോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല, എല്ലാം കംപ്ലീറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അവർ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് നമുക്ക് കല്യാണത്തിനായിട്ട് തരും. അന്നത്തെ ദിവസം നമ്മൾ പോയിട്ട് അതായത് 3 സാക്ഷികളെ കൊണ്ടുപോകണം. 3 സാക്ഷികൾ ഞങ്ങളോട് പറഞ്ഞത് എഴുതാനും വായിക്കാനും അറിയുന്നവരായിരിക്കണമെന്നാണ്. പക്ഷെ എല്ലാ ഓഫീസിലും അങ്ങനത്തെ റൂൾസ് ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്കറിയാവുന്ന ഒരാള് രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോൾ അവർക്ക് പേരൻസ്, അതായത് പയ്യന്റെ ആണെങ്കിലും പെണ്ണിന്റെ ആണെങ്കിലും അച്ഛനും അമ്മയ്ക്കും സൈൻ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാക്ഷിയായിട്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്കിപ്പം എന്റെ ഹസ്ബൻഡിന്റെ അച്ഛനാണ് സൈൻ ചെയ്തത്, സാക്ഷിയായിട്ട് ഒരു സാക്ഷിയായിട്ട് സൈൻ ചെയ്തത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂ ഇല്ലായിരുന്നു. അതിന് പകരം പറഞ്ഞത് സ്വന്തം അഡ്രസ്സ് സ്വന്തമായിട്ട് എഴുതി സൈൻ ചെയ്യണം, അതുകൊണ്ട് എഴുതാനും വായിക്കാനും അറിയാവുന്ന സാക്ഷിയായിരിക്കണം മാത്രമാണ്. അപ്പോ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മള് അങ്ങനെ സൈനും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ഒരു ഫോം, ഒരു 50ന്റെ എന്തോ വന്നു സ്റ്റാമ്പ് പതിപ്പിച്ച ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റും കിട്ടും. അതൊരു പത്രത്തിൽ തയ്യാറാക്കിയ മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഞങ്ങള് അന്നത്തെ ദിവസം കൊടുത്തിട്ട് ഞങ്ങൾക്ക് അടുത്ത ദിവസം തന്നെ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ്. അത് ലീഗൽ സർട്ടിഫിക്കറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാം. പക്ഷെ ഞങ്ങൾ അതിന്റെ കൂടെ നോർമലായിട്ട് എല്ലാവരും കോർപ്പറേഷനിൽ നിന്നൊക്കെ മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമല്ലോ. അതായത് ഇപ്പൊ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ വെച്ച് കല്യാണം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അക്ഷയ വഴി അപ്ലൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ മുമ്പായിരുന്നെങ്കിൽ അക്ഷയ വഴി എല്ലാം ഡയറക്റ്റ് പോകണമായിരുന്നു. ഇപ്പൊ പക്ഷേ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ അങ്ങനെയും കൂടെ ഞങ്ങൾക്ക് മറ്റേ മാരേജ് സർട്ടിഫിക്കറ്റും ഉണ്ട്. ഞങ്ങൾ കോർപ്പറേഷനിൽ നിന്നും കൂടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിലും കുറെ പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാ എടുത്തതെന്നും കാര്യങ്ങളും എല്ലാം ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി ഉള്ളവര് ആ വീഡിയോയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. അപ്പൊ ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.